ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജയകുമാർ സാർ, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി? ഈ തിരക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നുണ്ട്? ഞാനിവിടെ ശബരിമലയിലാണുള്ളത്, സന്നിധാനത്തിലാണുള്ളത്. അപ്പോ ഞാൻ വാസ്തവത്തിൽ രാവിലെ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ വലിയൊരു ക്യൂ കണ്ടത്. വലിയൊരു വലിയൊരു കൂട്ടം ക്രൗഡ് വന്നു. അത് ഒരു അൺനാച്ചുറൽ ആയിട്ട് തോന്നി. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബെയിലി പാലത്തിലൂടെ കുറച്ചുപേരെ കയറ്റി വിട്ടത് കൊണ്ടാണ് ഈ തിരുവറ്റത്ത് ഇത്രയും പേര് ഒന്നിച്ച് വരാൻ കാരണം. അപ്പൊ ആ വിഷ്വൽസ് കണ്ടിട്ട്, ദൃശ്യങ്ങൾ കണ്ടിട്ട് ആശങ്കാകുലരാവേണ്ട ഒരു കാര്യമില്ല. അത് നമ്മളിപ്പോ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പൂജ ഇപ്പൊ ഉച്ചയ്ക്ക് അടയ്ക്കുന്നതിന് 2 മണി വരെ ആക്കിയിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവരെല്ലാം കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ക്രമീകരിക്കും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാല്, നമ്മളിപ്പോഴത്തെ സ്ഥിതിയിൽ എത്ര പേര് വരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. 70,000 പേര് വിർച്വൽ ക്യൂവിലും 10-25,000 പേര് നമ്മളെ സ്പോട്ട് ബുക്കിങ്ങിലുമാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര പേര് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ പറഞ്ഞ 1,00,000 പേരും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അത് ക്യാരി ചെയ്യാനായിട്ട് ശബരിമലയ്ക്ക് സാധിക്കില്ല. അവിടെയുള്ള ക്രമീകരണത്തിൽ പറ്റിയ ഒരു ചെറിയ പാളിച്ചയാണെന്ന് തോന്നുന്നു. ഒരുമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അത് ഒന്ന് ഈസോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് മാത്രം നിലയ്ക്കൽ ആളുകളെ റിലീസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകണം എന്നാണ് പോലീസ് ഓഫീസറോട് നമ്മൾ ശ്രീജിത്തിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അതറിയാം. അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ പമ്പയിലും നിലയ്ക്കലിലും കുറച്ച് ക്രമീകരണങ്ങളും അവിടെ ഹോൾഡ് ചെയ്യാനുള്ള വഴിയിൽ വെച്ചിട്ട് അവരെ പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ അപ്പാച്ചി വീട്ടിലും നീലിമലയിലും ഒക്കെ ആളുകളെ പിടിച്ചു നിർത്തിയാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യൂ കോംപ്ലക്സുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള 10,000 പേരെ നമുക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് നാളെ തൊട്ട് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കും. സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്തും. ഇതിപ്പോ അങ്ങനെ ഇല്ലാതെ വന്നവർക്കെല്ലാം സ്പോട്ട് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പരിശോധിക്കണം. അത് 20,000 നിജപ്പെടുത്തുക. അങ്ങനെ 70, 20, 90, പിന്നെ എങ്ങനെയായാലും കുറച്ച് പേര് കൂടുതൽ വരും. അപ്പൊ ഇന്നിപ്പോൾ ഈ വന്ന് തങ്ങുന്ന ആളുകൾ, കാരണം ഇപ്പോഴും ദർശനം പൂർത്തിയാക്കിയിട്ടില്ല പലരും, അപ്പോൾ അവർ ശബരിമലയിൽ തങ്ങുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ നാളത്തെ നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്ന കണക്കിൽ നാളെ കയറാനിരിക്കുന്ന ആളുകൾ, അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു ക്രമീകരണവും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പരിമിതപ്പെടുത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇടപെടൽ വേണ്ടി വരും. ഇടപെടൽ എന്ന് വെച്ചാൽ ഈ ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാത്തവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വാസ്തവത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ, ചില വഴികൾ ബ്ലോക്ക് ചെയ്യാൻ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ചെല്ലി പോവായിരിക്കും. ഇപ്പൊ എന്നാൽ സിവിൽ ദർശനം എന്ന് പറഞ്ഞിട്ട് ആദ്യം 18-ാം പടി കയറി വരും, പിന്നെ സൈഡിൽ കൂടെ കയറി വീണ്ടും തൊഴാൻ വരും. അതൊക്കെ മുകളിലത്തെ തിരക്ക് വർദ്ധിപ്പിക്കുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും വാസ്തവത്തില് ഈ 18-ാം പടി കയറുന്നതിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്നില്ല. കാരണം അവർ ഓർബിറ്റിലൊന്നും കയറുന്നില്ല, അവരിങ്ങനെ കയറി അങ്ങ് തൊഴുതിട്ട് പോവാണ്. അതല്ല വിഷയം. 18-ാം പടിയിലുള്ള കയറ്റത്തിന്റെ സ്പീഡിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു മിനിറ്റിൽ 80 പേരൊക്കെ കയറിയെങ്കിൽ 80-90 പേര് കയറിയാൽ നമുക്ക് പെട്ടെന്ന് ആളുകൾ പോയി കിട്ടും. അതിനകത്ത് ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നിലയ്ക്കലിലും പമ്പയിലും ആളുകളെ ക്രമീകരിച്ചുകൊണ്ട് 20,000 പേരായിട്ട് സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചുകൊണ്ട് കുടിവെള്ളം കൊടുക്കാനും മറ്റുമുള്ള സംവിധാനങ്ങൾ ഇപ്പൊ 200 പേരെ കൂടെ അഡീഷണൽ ആയിട്ട് എടുത്ത് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ക്യൂ കോംപ്ലക്സിൽ ആളുകൾക്ക് വിശ്രമിക്കാൻ സൗകര്യമുണ്ടെന്നുള്ളത് കുറച്ചുകൂടെ ആ പ്രചാരം വന്ന് ആളുകൾ അവിടെ ഇരുത്തി അവരെ സൽക്കരിച്ച് അവർക്ക് ചായയിലെ ചുക്ക് കാപ്പിയും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് ഇവിടെ സുഖമായിട്ടിരുന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് പോകാം എന്നുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേയേറെ മാറ്റങ്ങൾ വരും. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് വൈകിട്ടുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെടും. ഇപ്പോൾ ടീമുകളിൽ കൃത്യസമയത്ത്, സാധാരണ മുൻപ് ഈ സമയത്തൊക്കെ അവർ എത്തേണ്ടതായിരുന്നു. അപ്പോൾ എപ്പോൾ എത്തുമെന്ന അറിയിപ്പ് എന്തെങ്കിലും ഔദ്യോഗികമായി കിട്ടിയിട്ടുണ്ടോ? നാളെ അല്ല, ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ നാളെ വരുന്നതാണ് അവർ പറയുന്നത്. 50 പേരോ മറ്റോ നാളെ വരും, ബാക്കിയുള്ളവർ പിന്നെ വരും. നാളെ വരും. സംസാരിച്ചു വരും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നത് പോലെ, ദൃശ്യങ്ങൾ കാണുന്നത് പോലുള്ള ആശങ്ക കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇനിയും മെച്ചപ്പെടും. അതുകൊണ്ട് പേടിക്കാനൊന്നും തന്നെ ഇല്ല, നിയന്ത്രണാധീനമാണല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി സാറേ, ഈ ഭക്തജനങ്ങളിൽ പലരും കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട്. കുട്ടികൾക്കൊക്കെ സമയത്ത് വെള്ളം കിട്ടുന്നില്ല. നേരത്തെ ദേവസ്വം ബോർഡൊക്കെ തന്നെ നമുക്കറിയാം, ഈ മരക്കൂട്ടമൊക്കെ കഴിഞ്ഞ് പമ്പയിലൊക്കെ ക്യൂ വരുന്ന സമയത്തൊക്കെ ദേവസ്വം ബോർഡ് തന്നെ വലിയ അവർക്ക് വെള്ളവും മറ്റു ഭക്ഷണമൊക്കെ ബിസ്ക്കറ്റൊക്കെ എത്തിക്കാനുള്ള സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ അങ്ങനെ ഒരു പരിമിതി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. 200 പേരെ കൂടുതൽ എടുത്തിട്ട് ആളുകൾ വിളിച്ച് എല്ലാവരും പ്രതീക്ഷിച്ച് എല്ലാവരും ജോയിൻ ചെയ്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 200 പേര് അഡീഷണൽ ആയിട്ട് എടുത്ത് ഈ വെള്ളവും ബിസ്ക്കറ്റും, ഈ 2 കോടി ബിസ്ക്കറ്റ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളവും വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാൻ 200 പേര് അഡീഷണൽ ആയിട്ട് വെച്ചു. പിന്നെ ആളുകളുടെ ഈ ജാം പാക്ഡ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് കൊണ്ട് വെള്ളം കൊടുക്കാനുള്ള ഒരു മടിയുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഇടയിലേക്ക് പോകണം, വെള്ളം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ഈ ജാം പാക്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റ് അല്ല, വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ആളുകൾ.
അത് കൊടുക്കാം. അത് അതിന്റെ അപാകത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കേട്ടോ സർ ഒരു കാര്യം കൂടി, ഭക്തരോട് പ്രത്യേകം എന്തെങ്കിലും അറിയിപ്പോ മറ്റോ നൽകാനുണ്ടോ ദേവസ്വം ബോർഡിന്? അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുക്കിംഗ് അനുസരിച്ച് മാത്രമേ വരാൻ പാടുള്ളൂ. ബുക്കിംഗ് ഇല്ലാതെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്നതും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരിക. സ്പോട്ട് ബുക്കിംഗ് കഴിയുന്നതും ഒഴിവാക്കുക. കാരണം ഇന്ന് സ്പോട്ട് ബുക്കിംഗ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും എത്രയും നേരത്തെ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും സൗകര്യം. ടോട്ടൽ ഇൻഫ്ലോ, ഇതിനകത്തുള്ള ഇൻഫ്ലോ ഈവനായിട്ട് ഈ 60 ദിവസം ഈവനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ചില ദിവസങ്ങളിൽ ഒരുമിച്ച് വരുന്നതൊക്കെ ഉള്ളതാണ് വിഷയം. ഭക്തർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആശങ്കയുടെ യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് ഭക്തജനങ്ങൾ അറിയേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ജയകുമാർ സാർ.